CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതെ, പഴയ പരിശീലകൻ വീണ്ടും തിരിച്ചു വരുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ISLനോടും അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വേഴ്സസ് മുഹമ്മദ് ഖാൻ സൂപ്പർ ജയൻസ് മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിഖായൽ സിയറെ പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, ഇന്നലത്തെ മത്സരത്തിൽ 3-2 എന്ന സ്കോറിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുഹമ്മദ് ഖാൻ സൂപ്പർ ജയൻസിനെതിരെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് ഖാന്റെ സൂപ്പർ താരമായിട്ടുള്ള ഗ്രേഗ് സ്റ്റുവർട്ട് കളിച്ചില്ല എങ്കിൽ പോലും അവർ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് ഖാന്റെ സൂപ്പർ താരമായിട്ടുള്ള ആഷ കുരിനിയൻ പിച്ചിലേക്ക് വന്നതിന് ശേഷമായിരുന്നു മാജിക്കൽ മൂവ്മെന്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും മത്സരത്തിന് ശേഷം മിഖായൽ സിയറെ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ശ്രമങ്ങളിൽ നിന്ന് ഘടനയുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു മത്സരം കളിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ടീമിൽ നിലവാരമുള്ള കളിക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഗെയിമിനെ സമീപിച്ച രീതി നല്ല രീതിയിലായിരുന്നു. ഘടന നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രവർത്തിച്ച രീതി എന്നിവയിൽ ഞങ്ങൾക്ക് ഒരു പോയിന്റെങ്കിലും സ്വന്തമാക്കാമായിരുന്നു. ഒരു പക്ഷേ 3 പോയിന്റുകൾ ഞങ്ങൾക്ക് നിലവിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ളതാണ്. ഏതായാലും ഗെയിമുകൾ ജയിക്കാൻ ഇപ്പോൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള മിഖായൽ സിയറെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മത്സരത്തിന് ശേഷവും ഒരുപാട് ആരാധകർ പറയുന്നുണ്ട് മാനേജ്മെന്റിനെ ഔട്ടാക്കണം, മിഖായൽ സിയറെ എന്ന പരിശീലകനെ പുറത്താക്കിക്കൊണ്ട് മറ്റേതെങ്കിലും നല്ല ISL എക്സ്പീരിയൻസ് ഉള്ള പരിശീലകനെ കൊണ്ടുവരണം എന്നൊക്കെ. നമുക്കറിയാം, ISLിൽ തന്നെ ഒരുപാട് ക്ലബ്ബുകൾ അവരുടെ പഴയ പരിശീലകനെ വീണ്ടും ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ചരിത്രമൊക്കെ ഉണ്ട്. ആ ഒരു ചരിത്രം ബ്ലാസ്റ്റേഴ്സിനുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവാൻ വുക്കോമാനോവിച്ച് എന്ന ഒരു സെർബിയൻ പരിശീലകനെ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വീണ്ടും ഈ ഒരു സീസണിൽ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് വീണ്ടും ഇവാൻ വുക്കോമാനോവിച്ച് എന്ന ഒരു പരിശീലകൻ കംബാക്ക് നടത്തുമോ എന്നുള്ളത്. ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഇവാൻ വുക്കോമാനോവിച്ചിന്റെയും ISL പരിചയമുള്ള മറ്റ് സ്ഥാനാർത്ഥികളുടെയും തിരിച്ചുവരവ് ഉൾപ്പെടെയുള്ള ഓപ്ഷനുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പുതിയൊരു ഹെഡ് കോച്ചിനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കിംവദന്തികൾ ശരിയാണെങ്കിൽ മൈക്കിൾ സ്റ്റേറയുടെ കാലാവധി ഉടൻ അവസാനിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതേതായാലും ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ന്യൂസ് ഒന്നുമല്ല, ചെറിയ രീതിയിലുള്ള റിപ്പോർട്ട് മാത്രമാണ് ഇതുവരെയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ തന്നെ മിഖായൽ സിയറയുടെ ഈ ഒരു പദ്ധതി അഥവാ ഈ ഒരു ടാക്ടിക്സ് കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എവിടെയും എത്തില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ടീമിന് വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴയ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ചിനെയോ അല്ലെങ്കിൽ ISL എക്സ്പീരിയൻസ് ഉള്ള മറ്റേതെങ്കിലും പരിശീലകന്മാരെയോ ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുതിരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ 16K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.